കലോത്സവത്തിൽ തൃശൂർ കോർപ്പറേഷന്റെ കള്ളക്കളി. കോർപ്പറേഷൻ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ യുവാവിനെ ജില്ലാതല മത്സരത്തിൽ നിന്ന് നീക്കി. പകരം ഇഷ്ടക്കാരെ തിരികെ കയറ്റി. തൃശൂർ പനമുക്ക് സ്വദേശിയായ കായിക താരത്തിന്റെ അവസരമാണ് നഷ്ടമായത്. എൻ്റെ ഒപ്പമുള്ളവനാണ് ഇപ്പോൾ ജില്ലാതല മത്സരിക്കുന്നത്, രണ്ടാമത്തെ എത്തിയ പയ്യൻ. പക്ഷേ ഇവർ പറയണത് ഞാൻ രണ്ടാമതാണ് എത്തിയ. ഒരാൾ പറയുന്നത് ഞാൻ രണ്ടാമത്തെ എത്തിയെന്നുള്ളത്, പിന്നെ ഒരാൾ പറയുന്നത് എൻ്റെ ടൈമിങ് കറക്റ്റില്ലാന്ന്. എനിക്ക് ഇവിടുന്ന് സർട്ടിഫിക്കറ്റും ട്രോഫിയൊക്കെ തന്നിട്ടുണ്ട്. ഒന്നാം സ്ഥാനം കിട്ടിയ എൻ്റെ സർട്ടിഫിക്കറ്റും ട്രോഫിയൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ജില്ലാതലത്തിൽ 5000 മീറ്ററിൽ പേര് വന്നിട്ടില്ല. എനിക്ക് മത്സരിക്കാനും പറ്റില്ല. അവരിപ്പോൾ എന്താ പറയുന്നത്? കാറ്റഗറി എങ്ങനെയാണെന്ന് പറയുന്നത്? കാറ്റഗറി 2 കാറ്റഗറി ആയിട്ട് മത്സരിപ്പിച്ചത്. 5000 മീറ്ററിൽ മെന്നും സീനിയർ ബോയ്സും രണ്ടും കൂടി ഒരുമിച്ചാണ് ഓടിപ്പിച്ചത്. ഇതിൽ എന്നെ ഞാൻ പ്രൂഫ് അടക്കം ഇവിടെ കൊടുത്തു. 26 വയസ്സായി, ഞാൻ മെൻ കാറ്റഗറിയിലെ പെടാന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ബോയ്സിലാണ് എന്നെ ആക്കിയേക്കണത്, സീനിയർ ബോയ്സിലാണ് ആക്കിയേക്കണത്. പക്ഷേ ഞാൻ മെന്നിലാണ് ഉൾപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ജില്ലയിലേക്ക് സെലക്ഷൻ ഇല്ല. അപ്പം ഞാൻ പ്രൂഫ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ പേരിൻ്റെ സൈഡിലായിട്ട് ഇവിടെ M എന്നിട്ടുണ്ടായിരുന്നു, മെൻ എന്നുള്ള ഒരു ഇൻഡിക്കേഷനിൽ. ഞാൻ ഈ പ്രശ്നം വന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ M എന്നുള്ളത് M-ൻ്റെ മേലെ കൂടെ B ആണ് എഴുതി വെച്ചേക്കണത്. MS ലിഷോയ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ആ യുവാവ് പറയുന്നത്, പേര് എനിക്കറിയില്ല, അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഇപ്പം ഒന്നാം സ്ഥാനം നേടിയതിന്റെ ട്രോഫിയും സർട്ടിഫിക്കറ്റും കോർപ്പറേഷൻ നൽകിയത് രണ്ടും കയ്യിലുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു മെൻ അല്ലെങ്കിൽ ബോയ്സ് ഉള്ള കാറ്റഗറിയിലുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ ഉണ്ടായത്? അതായത് കിഷോർ എന്നാണ് കായിക താരത്തിൻ്റെ പേര്. പനമുക്ക് സ്വദേശിയാണ് കിഷോർ. ഈ കോർപ്പറേഷൻ തലത്തിലുള്ള മത്സരത്തിൽ 5000 മീറ്ററിലും 1500 മീറ്ററിലും മത്സരിച്ചു. 2 വിഭാഗത്തിലും ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തു. അതിന് കോർപ്പറേഷനിൽ നിന്നും സർട്ടിഫിക്കറ്റും അതിനോടൊപ്പം തന്നെ ട്രോഫിയും നൽകിയിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റും ട്രോഫിയും നമ്മൾ കണ്ടതാണ്. അതിൽ 2ലും 5000 മീറ്റർ മെൻസ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി എന്നുള്ളത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. 1500 മീറ്ററിലും മെൻസ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നാണ് ഈ മത്സരം നടക്കേണ്ടിയിരുന്നത്. ഇന്നലെയാണ് കിഷോർ കോർപ്പറേഷനിലെത്തി തൻ്റെ പേരുണ്ടോ എന്നുള്ള കാര്യത്തിൽ പരിശോധിക്കാനായി ചെന്നപ്പോഴാണ് തൻ്റെ പേര് ഇല്ല, താൻ അയോഗ്യനായി എന്ന് പറയുന്നത് കോർപ്പറേഷൻ അധികൃതർ. പകരം അതേ മത്സരത്തിൽ തന്നെ 2ാം സ്ഥാനം നേടിയ വ്യക്തി അയാളെ ഒന്നാം സ്ഥാനത്തെത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജില്ലാതല മത്സരത്തിലേക്ക് മത്സരിക്കാനായി പറഞ്ഞു വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കോർപ്പറേഷൻ അധികൃതർ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, തങ്ങൾ ഈ മത്സരിപ്പിച്ച സമയത്ത് ഈ കിഷോർ എന്ന് പറയുന്ന കായിക താരം, അയാൾ 26 വയസ്സാണ്. ഈ 26 വയസ്സായതിനാൽ തന്നെ മെൻ കാറ്റഗറിയിലാണ് മത്സരിക്കേണ്ടിയിരുന്നത്. പക്ഷേ മത്സരിച്ചത് കോർപ്പറേഷനെ കബളിപ്പിച്ചുകൊണ്ട് ഈ സീനിയർ ബോയ്സ് എന്ന കാറ്റഗറിയിലാണ് എന്നുള്ളതാണ് ഈ കോർപ്പറേഷൻ അധികൃതർ ഒരു ന്യായമായി പറയുന്നത്. പക്ഷേ ഈ കോർപ്പറേഷൻ അധികൃതർ തന്നെയാണ് ഇതെല്ലാം പരിശോധിച്ച് ചെസ്റ്റ് നമ്പർ ഉൾപ്പെടെ ഈ വ്യക്തിക്ക് നൽകിയത്. അത് അന്ന് തന്നെ നൽകിയതുമാണ്. അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റിലും, ഒന്നാം സ്ഥാനം നേടിയ സർട്ടിഫിക്കറ്റിലും കൃത്യമായി മെൻ കാറ്റഗറിയിൽ എന്ന് എഴുതി വച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇപ്പോൾ ജില്ലാതല മത്സരം വന്നപ്പോൾ കിഷോർ പുറത്ത്, രണ്ടാമതെത്തിയ മറ്റൊരു വ്യക്തി ഇപ്പോൾ മത്സരിക്കാനായി പോകുന്നു. ഇഷ്ടക്കാരെ തിരികെ കയറ്റുകയാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇതിൽ വളരെ പുറകിൽ പോയ കായിക താരമാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയ കായിക താരത്തെ മറികടന്ന് ഇപ്പോൾ ജില്ലാ തലത്തിലേക്ക് മത്സരിക്കാനായി പോയിരിക്കുന്നത്. നമ്മൾ മേയറുമായും അതുപോലെ തന്നെ നേടിയിട്ട് പോലും, ഓടി ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിട്ട് പോലും ജില്ലാ തലത്തിലേക്ക് സെലക്ഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്.